ഹലോ എവ്രി വൺ. ഇന്നിവിടെ പുളിയവര വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുളിയവര അല്ലെങ്കിൽ ബട്ടർ ബീൻസ് എന്നും പറയും. കണ്ടില്ലേ, നല്ല വെളുത്ത നിറത്തിലാണ് നമ്മുടെ ഈ പുളിയവര അല്ലെങ്കിൽ ബട്ടർ ബീൻസ്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഒരു 2 പിടിയാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു നല്ല മണവും വരും, ഇങ്ങനെ ഇടയ്ക്കൊന്ന് പൊട്ടി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം ഇതൊന്ന് തണുത്തിട്ട് നല്ലപോലെ കഴുകി നമുക്ക് പ്രഷർ കുക്ക് ചെയ്യണം. ഒരു 4 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാകമായിരുന്നു എനിക്ക്. പിന്നെ ഓരോ കുക്കറിൻ്റെ പോലെ ഇരിക്കുകയും ചെയ്യും. ഞാൻ 4 വിസിലാണ് വെച്ചത്. പിന്നെ ഒരു പാനിൽ ഇത് എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളി എടുത്തു. അതൊന്നായ ശേഷം ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകം, നല്ല ജീരകം, അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം പോയി കിട്ടണമല്ലോ. അപ്പോൾ അത് പോയി കിട്ടിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ പൗഡറൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ പച്ച മണമൊക്കെ പോകുന്നവരെ നമുക്കിതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 1/2 കപ്പിൻ്റെ കുറച്ച് താഴെയായിട്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൗഡറും ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ നാളികേരത്തിൽ മിക്സ് ചെയ്ത് വരണം. നാളികേരം ഒന്ന് ഡ്രൈ ആവണം, അതിൻ്റെ ആ മോയ്സ്ചറൊക്കെ പോയി കിട്ടണം. അപ്പോൾ അങ്ങനെ ഇതിതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പുളിയവര കറിക്ക് വേണ്ടത് ബ്രിഞ്ചോളാണ്. അപ്പോൾ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ഈ കളർ, പർപ്പിൾ കളർ, അതാണ് ഏറ്റവും നല്ലത്. ഒരു 2 കട്ട് ചെയ്തു. അതിലേക്ക് ഒരു തക്കാളി, പാകത്തിന് ഉപ്പ്, വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ച് തുടങ്ങാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനും ഇതാ നമ്മുടെ പുളിയവരയും വെന്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ 4 വിസിലാണ് വെച്ചത്. പിന്നെ നമ്മുടെ നാളികേരം ഇപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ അത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, പകുതി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ പുളിയവര ആഡ് ചെയ്ത് കൊടുക്കാം, വേവിച്ച് വെച്ചത്. പാകത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലും കടന്ന് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ കുറച്ച് നേരം ഇത് തിളച്ച ശേഷം നമ്മുടെ കോക്കനട്ട് പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് വീണ്ടും ഇതിൽ കിടന്ന് തിളപ്പിക്കണം. ഒരു 5 to 8 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ ഈ പുളിയും കോക്കനട്ട് മിക്സ്ചറിൻ്റെ മസാലയും എല്ലാം ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ശർക്കരപ്പൊടി, അപ്പോൾ പുളിയാണല്ലോ, അപ്പോൾ പുളി ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ മധുരം, അതിനാണ് ജാഗ്രി പൗഡർ. വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജാഗ്രിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സീസണിങ് ചെയ്യാം. അപ്പോൾ താളിക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. മൂപ്പിച്ച ശേഷം നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒരു ടേസ്റ്റി കറി നമ്മുടെ ലഞ്ചിന്. അപ്പോൾ പുളിയവരയുടെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഉച്ചയൂണിന് തയ്യാറാക്കിയത്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching my YouTube channel.